കാവ്യമാധവന്റെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ അച്ഛന്റെ മൃതദേഹം കൊച്ചി വെണ്ണലയിലെ കാവ്യയുടെ വീട്ടിലെത്തിച്ചു. മൃതദേഹം വീട്ടിലെത്തിയ സമയത്ത് ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും വൈകുന്നേരമായപ്പോഴത്തേക്കും സിനിമാ പ്രവർത്തകരും സുഹൃത്തുക്കളും നീലേശ്വരത്തു നിന്നും കുടുംബാംഗങ്ങളും പഴയ അയൽവാസികളുമെല്ലാം മാധവേട്ടനെ കാണാൻ എത്തുകയായിരുന്നു. അമ്മയും കാവ്യയും മാമാട്ടിയും അച്ഛന്റെ അടുത്തു നിന്ന് മാറാതെ തന്നെയുണ്ടായിരുന്നു. മുഖത്തു നോക്കിയിരിക്കുകയാണ്. അമ്മയും മകൾ കാവ്യമാധവനും വിഷമിച്ച് വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ്. അച്ഛനും അമ്മയും കൂടെയുള്ളപ്പോൾ മാത്രമാണ് തനിക്ക് എല്ലാ തരത്തിലുമുള്ള വിജയം ഉണ്ടാവുക എന്ന് മുൻപേ തന്നെ കാവ്യമാധവൻ പറഞ്ഞിട്ടുണ്ട്. അത് അമ്മ മാത്രമായാൽ പോരാ, അച്ഛനും വേണം. എന്നാൽ അച്ഛൻ മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ പോരാ, അമ്മയും വേണം. എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മറ്റേത് ആഗ്രഹവും ഈ ആഗ്രഹത്തേക്കാൾ വലുതല്ല എന്ന് കാവ്യമാധവൻ പലതവണയായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അച്ഛൻ്റെ വേർപാട് കാവ്യയ്ക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. രാത്രി ഏറെ വൈകിയപ്പോൾ എല്ലാവരും നിർബന്ധിച്ചു കാവ്യയോട് ഒന്ന് പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്കൂ എന്ന്. പക്ഷേ കാവ്യ പറഞ്ഞത് ഇന്നുകൂടിയല്ലേ എൻ്റെ അച്ഛൻ്റെ അടുത്തിരിക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെ ഇരുന്നാൽ മതിയെന്ന്. കേട്ടുനിന്നവരുടെ മനസ്സലിഞ്ഞു പോയി എന്ന് തന്നെ വേണം പറയാൻ. ഇന്ന് രാവിലെയും കാവ്യമാധവന്റെ സുഹൃത്തുക്കളും ദിലീപിന്റെ സുഹൃത്തുക്കളും വളരെയധികം സിനിമാ പ്രവർത്തകരും കാവ്യയുടെ വെണ്ണലയിലെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നീലേശ്വരം പള്ളിക്കരയിൽ നിന്നും കാവ്യയുടെ അഭിനയവുമായി ബന്ധപ്പെട്ട് ഇവർ കുടുംബത്തോടെ കൊച്ചി വെണ്ണലയിലേക്ക് താമസം മാറുകയായിരുന്നു. പിന്നീട് ദിലീപുമായുള്ള വിവാഹശേഷമാണ് കാവ്യ പത്മസരോവരത്തിലേക്ക് താമസമാക്കിയത്. അപ്പോൾ അച്ഛനും അമ്മയും കൊച്ചിയിലെ വെണ്ണല വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് മീനാക്ഷിയുടെയും മഹാലക്ഷ്മിയുടെയും പഠനവുമായി ബന്ധപ്പെട്ട് കാവ്യമാധവൻ ചെന്നൈയിലേക്ക് താമസം മാറുകയായിരുന്നു. ആ സമയത്ത് അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് കാവ്യയ്ക്കൊപ്പം പോയി. ഇത് തന്നെയാണ് കാവ്യ മുൻപ് പറഞ്ഞതും. അച്ഛനും അമ്മയും കൂടെയുണ്ടെങ്കിൽ മാത്രമേ തൻ്റെ ജീവിതത്തിലേക്ക് തനിക്ക് എല്ലാ വിജയങ്ങളും ഉണ്ടാവുകയുള്ളൂ എന്ന്. ഇപ്പോൾ അച്ഛൻ്റെ ഈ വേർപാട് കാവ്യയ്ക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്.